വെൽക്കം ടു മിയസ് അക്കാഡമി. ഇന്ന് നമ്മൾ ബയോമോളിക്യൂൾസിനെ കുറിച്ചാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ബയോകെമിസ്ട്രി? അതിനുശേഷം നമ്മൾ ബയോമോളിക്യൂൾസിലേക്ക് കിടക്കും. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ബയോകെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് കെമിസ്ട്രി ഓഫ് ലൈഫ്. നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ ഡെഫിനിഷനാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. സ്റ്റഡി ഓഫ് കെമിസ്ട്രി ഓഫ് ലൈഫിനെയാണ് ബയോകെമിസ്ട്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് എന്താ വരിക? കെമിക്കൽ പ്രോസസ്സിന്റെയും അതുപോലെ മോളിക്കുലാർ ഇന്ററാക്ഷൻസ്, ഇത് രണ്ടും ഒരു ലിവിങ് സെല്ലിൽ, ലിവിങ് ഓർഗാനിസത്തിൽ കണ്ടുവരുന്ന സാധനങ്ങളാണ്. അതിന്റെ സ്റ്റഡിയാണ് സെല്ലിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സിന്റെയും മോളിക്കുലാർ ഇന്ററാക്ഷൻസിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോകെമിസ്ട്രി നടക്കുന്നത്. ഇത് ആസ് വി ഓൾ നോ ഇറ്റ് ബ്രിഡ്ജസ് ബയോളജി ആൻഡ് കെമിസ്ട്രി. അപ്പൊ അതിൽ എന്തൊക്കെ വരും? സ്ട്രക്ചർ, കുറെ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഓരോ മോളിക്യൂൾസിന്റെയും ബയോമോളിക്യൂൾസിന്റെ ഒക്കെ സ്ട്രക്ചർ വരും, അതിന്റെ ഫങ്ഷൻസ് വരും, അതുപോലെ മെറ്റബോളിസം വരും. എങ്ങനെയാണ് അത് ഓരോ റിയാക്ഷൻ വഴി നമ്മുടെ ബോഡിയിൽ എനർജി സോഴ്സ് ആയിട്ടും സ്ട്രക്ചറൽ പാർട്ടായിട്ടും ഒക്കെ വർക്ക് ചെയ്യണേ എന്നുള്ളതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ബയോകെമിസ്ട്രിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെഫിനേഷൻ ഓൾറെഡി നോക്കി. ഇനി അതിന്റെ സ്കോപ്പിലേക്ക് കിടക്കുമ്പോൾ മെയിൻ ആയിട്ടും സ്ട്രക്ചറൽ ബയോകെമിസ്ട്രി നമ്മൾ പറഞ്ഞു ബയോമോളിക്യൂൾസിനൊക്കെ സ്ട്രക്ചറാണ് മെയിൻ ആയിട്ടും വരുന്നത്. പിന്നെ അതിന്റെ ബാക്കി ഫങ്ഷൻസ്, മെറ്റബോളിക് ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്ട്രക്ചറൽ ബയോകെമിസ്ട്രി അതെന്താണ്? ഓരോ ബയോമോളിക്യൂൾസിന്റെയും മോളിക്കുലർ ആർക്കിടെക്ചറും അതിന്റെ ഇന്ററാക്ഷൻസിനെ കുറിച്ചുള്ള പഠനം. ഇത് മനസ്സിലാക്കണം. അത് എന്തിന്റെ ഭാഗമാണ്? സ്ട്രക്ചറൽ ബയോകെമിസ്ട്രിയുടെ ഭാഗമാണ്. പിന്നെ മെറ്റബോളിക് ബയോകെമിസ്ട്രി അതെന്താണ്? ഈ ബയോമോളിക്യൂൾസിന്റെ ഒക്കെ പാത്ത് വേസ്, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് എൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ വഴികളിലൂടെ അത് ഓരോ ബയോമോളിക്യൂളും വേറെ എന്തൊക്കെയായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, അവിടെ ഏതൊക്കെ എൻസൈം ആക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എൻസൈം ആക്ട് ചെയ്ത് അത് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ആ പാത്വേനെ കുറിച്ചുള്ള പഠനമാണ് മെറ്റബോളിക് ബയോകെമിസ്ട്രിയിൽ വരിക. ഓരോ ബയോമോളിക്യൂൾസിനും എനർജിയിലേക്കോ അല്ലെങ്കിൽ ഏതൊരു എസെൻഷ്യൽ കമ്പോണന്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ പാത്വേയെ കുറിച്ചുള്ള പഠനമാണ് മെറ്റബോളിക് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ മോളിക്കുലാർ ജെനറ്റിക്സ്, ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ പോലെയുള്ള അതിന്റെ ജനറ്റിക് ഇൻഫർമേഷനിൽ ന്യൂക്ലിക് ആസിഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അങ്ങനെ ഓരോ ബയോമോളിക്യൂൾസിന്റെയും നമ്മൾ നോക്കും. പിന്നെ എൻസൈമോളജി, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻസൈംസിനെ കുറിച്ചുള്ള പഠനമാണ് എൻസൈമോളജി. അപ്പോൾ എൻസൈംസിന്റെ എല്ലാ മെക്കാനിസംസ്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ആണ് അതിൽ. പിന്നെ സിഗ്നൽ ട്രാൻസാക്ഷനും സെല്ലുലാർ ബയോകെമിസ്ട്രി. ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ എന്തായിരിക്കും? കെമിക്കൽ സിഗ്നലിങ്ങും അതിന്റെ റെഗുലേഷനും. ഒരു സെല്ലിൽ എന്തൊക്കെ കെമിക്കൽ സിഗ്നലിംഗ് നടക്കുന്നുണ്ട്, അതിന്റെ റെഗുലേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആൻഡ് സെല്ലുലാർ ബയോകെമിസ്ട്രിയിൽ ഉണ്ടാവുക. അങ്ങനെ ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു പോർഷനാണ്. ഇത്രയും പോർഷൻസ് നമ്മൾ ബയോകെമിസ്ട്രിയിൽ കവർ ചെയ്യും. നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ്, എന്താണ് ബയോമോളിക്യൂൾസിന്റെ ഡെഫിനേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ബയോമോളിക്യൂൾസിന്റെ കാര്യം എടുക്കുമ്പോൾ ആദ്യം ബയോമോളിക്യൂൾസ് എങ്ങനെ ഉണ്ടാവണേ നോക്കാം. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഏതൊക്കെ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ട് എന്ന് എടുക്കുമ്പോൾ നമുക്കറിയാം കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ഇതിനൊക്കെ പറയുന്നതാണ് മാക്രോ ന്യൂട്രിയൻസ്. അതുപോലെ ചെറിയ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ലൈക്ക് അയൺ, മാഗ്നീഷ്യം, അതൊക്കെ. അപ്പോൾ ഈ ഇനോർഗാനിക് മോളിക്യൂൾസ്, ഈ ഇനോർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ഈ ഓർഗാനിക് മോളിക്യൂൾസിൽ ചില സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ചില സിമ്പിൾ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് ബയോ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. കൂടുതൽ നമുക്ക് സ്ലൈഡിൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനോർഗാനിക് മോളിക്യൂൾസ് അത് കാർബൺ ബേസ്ഡ് ആവണം എന്നില്ല. കാർബൺ ബേസ്ഡ് ആവണമെന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞ എസെൻഷ്യൽ എലമെന്റ്സ് ആണ് വരുന്നത്. എസെൻഷ്യൽ എലമെന്റ്സിൽ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. മാക്രോ ന്യൂട്രിയൻസിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് എക്സെട്ര. സിമിലർ മൈക്രോ ന്യൂട്രിയൻസിലും വരുന്നുണ്ട്. അതുപോലെ അത് അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ഫോസ്ഫേറ്റ്സ്, മെറ്റൽ അയൺസ്, ഇതെല്ലാം ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ബോഡിയിലും പ്രസന്റ് ആണ്. ഇനി ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ മോളിക്യൂൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ, നൈട്രജൻ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്? ലൈക്ക് മോണോസാക്രൈഡ്സ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്,
നൈട്രജൻ ബേസസ്, ഇങ്ങനെയുള്ള ചില സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് എന്ത് ബയോമോളിക്യൂൾസ്. അതായത് ഇൻഓർഗാനിക് മോളിക്യൂൾസ് നിന്ന് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു, ആൻഡ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് നിന്ന് ബയോമോളിക്യൂൾസ് ആവുന്നു. അങ്ങനെ എടുത്താൽ മതി. ഇതിനൊക്കെ ഓരോ പാത്വേസ് ഉണ്ട്, അങ്ങനെ ഓരോന്ന് ആവുന്നത്. ഇപ്പൊ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് അല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതിന്റെ മാക്രോ മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ലാർജ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എസെൻഷ്യൽ ഫോർ ബയോളജിക്കൽ ഫങ്ഷൻസ്, അങ്ങനെ നമുക്ക് ബയോമോളിക്യൂൾസിനെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഈ ഓർഗാനിക് മോളിക്യൂൾസ് എങ്ങനെ ഡിറൈവ് ചെയ്യണത്? പല എൻസൈമാറ്റിക് റിയാക്ഷൻസ് വഴി, കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ. അതിന് എക്സാമ്പിൾ, ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് എന്ത്? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്. പ്രോട്ടീൻസ് ആണെങ്കിൽ അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് ഒക്കെ പോലത്തെ മോണോസാക്രൈഡ്സ് അല്ലെങ്കിൽ ഒളിഗോസാക്രൈഡ്സ് ഒക്കെ വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ്. ലിപ്പിഡ്സ് ആണെങ്കിലോ അതിന് ഇതുപോലെ ഒരു ബേസ് ഉണ്ട്. അതുപോലെ ന്യൂക്ലിക് ആസിഡ്സിലാണെങ്കിലും എല്ലാത്തിനും ഇതുപോലെ ഓർഗാനിക് മോളിക്യൂൾസ് വെച്ചിട്ട് പല ഓർഗാനിക് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൽ നമ്മൾ എന്തുണ്ടാക്കി? ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ആ ഗ്ലൂക്കോസിൽ നിന്ന് അതിപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ളൊരു സിമ്പിൾ മോളിക്യൂളായി. അതിൽ നിന്ന് പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? കാർബോഹൈഡ്രേറ്റ് ആയി. അതൊരു ബയോമോളിക്യൂളാണ്. ഇത് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ NH3 എന്ന് പറയുന്നത് ഒരു ഇൻഓർഗാനിക് ആയിട്ടുള്ള സംഭവമാണ്. അതിനെ അമിനോ ആസിഡ്സ് ആക്കി, അപ്പൊ അത് ഓർഗാനിക് ആയിട്ടുള്ള സിമ്പിൾ മോളിക്യൂളായി. അത് കഴിഞ്ഞ് അതിന് പ്രോട്ടീൻ ഉണ്ടാക്കി, അപ്പൊ അത് ബയോമോളിക്യൂളായി. ഇത് നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് വഴി നമ്മുടെ ബോഡിയിൽ നടക്കുന്നതല്ലെങ്കിലും ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിച്ചിട്ടാണ് ബയോമോളിക്യൂൾസ് ഫോം ചെയ്യണേ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ബയോമോളിക്യൂൾസും അതിന്റെ ബേസിസും നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സാക്രൈഡ്സ് ആണ്. സാക്രൈഡ്സ് പല ടൈപ്പ് ഉണ്ട്, നമ്മളൊക്കെ വഴി കാണും. ലൈക്ക് മോണോസാക്രൈഡ്സ് ഉണ്ട്, ഒളിഗോസാക്രൈഡ്സ് ഉണ്ട്, പോളിസാക്രൈഡ്സ് ഉണ്ട്. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ ഷുഗർ യൂണിറ്റ് ആണ് ഇത് ഉണ്ടാവുള്ളൂ. മോണോ എന്ന് വെച്ചാൽ 1, സാക്രൈഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഷുഗർ എന്നാണ് മീനിങ്, ഫ്രം എ ഗ്രീക്ക് വേർഡ് കോൾഡ് സാക്ര. അപ്പം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെയാണ് മോണോസാക്രൈഡ്സിന് എക്സാമ്പിൾ. പിന്നെ ഡൈസാക്രൈഡ് എന്ന് പറയുന്നത് ഒരു ഒളിഗോസാക്രൈഡ് ആണ്. ഒരു 2 to 10 or 20 ഒക്കെ കാർബണിന്റെ ഇതുപോലെ ഗ്ലൂക്കോസ് ഒക്കെ പോലത്തെ മോണോസാക്രൈഡ് വെച്ച് ജോയിൻ ചെയ്തുണ്ടാക്കുന്നത്. ഇപ്പൊ 2 മോണോമർ യൂണിറ്റ് അല്ലെങ്കിൽ 2 മോണോസാക്രൈഡ് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നതാണ് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞത്. അതുപോലെ 3 ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ട്രൈ ആയിരിക്കും. അതുപോലെ അങ്ങനെ ഒരു 20, ലെഞ്ചിലൊക്കെ 20 ആണ് പറയുന്നത് ലെനിഞ്ച് പ്രിൻസിപ്പിൾസിൽ. അല്ലാതെ 10 ആണ് നമ്മൾ പൊതുവെ പറയാ. 10 വരെയൊക്കെയുള്ള മോണോമറിക് യൂണിറ്റ്സ് ജോയിൻ ചെയ്ത് 10 യൂണിറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനെ ഒളിഗോസാക്രൈഡ്സിലാണ് പെടുത്തുക. അബവ് 10 or 20 ആണ് നമ്മൾ പോളിസാക്രൈഡ്സിൽ പെടുത്തുക. അപ്പോൾ അതിൽ ഡൈസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഡൈസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? സൂക്രോസും ലാക്ടോസും. പോളിസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, അതുപോലെ തന്നെ സെല്ലുലോസ് ഒക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ഫംഗ്ഷൻ, കാർബോഹൈഡ്രേറ്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജും അതുപോലെ സ്ട്രക്ചറിന്റെ പാർട്ടുമാണ്. ഓക്കെ, എനർജി സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ് ATP പ്രൊഡക്ഷൻ. അതുപോലെ സ്ട്രക്ചറൽ വരുന്നതിന്റെ എക്സാമ്പിൾ ആണ് സെൽ വാള്, അതായത് സെല്ലുലോസും കൈറ്റിനൊക്കെ. സെല്ലുലോസ് ആകുമ്പോൾ പ്ലാന്റ്സിൽ, കൈറ്റിലാകുമ്പോൾ ഇൻസെക്ട്സിൽ, അങ്ങനെയൊക്കെ. ഇനി പ്രോട്ടീനിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് പറയാൻ പ്രോട്ടീനാണ്. അത് എന്തിന്റെയൊക്കെ ഭാഗമാണ്? സ്ട്രക്ചർ. ഒബ്വിയസ്ലി നമുക്കറിയാം സ്ട്രക്ചറിൽ എന്തോരം ഇമ്പോർട്ടൻസ്, സെല്ലിന്റെ സ്ട്രക്ചറിൽ എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പ്രോട്ടീൻസ് ഉള്ളത് നമ്മൾ വരുമ്പോൾ കാണാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറിൽ, പിന്നെ എൻസൈമാറ്റിക് പ്രോട്ടീൻസ്. ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ് ബട്ട് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ആൻഡ് അതിന്റെ ഫങ്ഷണൽ റോൾ. പിന്നെ പ്രോട്ടീൻസിന്റെ മോണോമർ യൂണിറ്റ്സ് എന്താണ്? അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ലീനിയർ ആയിട്ട് നിന്നിട്ട് പിന്നെ അതിന്റെ ടെറിഷറിയും സെക്കൻഡറിയും ഒക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുവഴി ഉണ്ടാവുന്നതാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അമിനോ ആസിഡ്സ് ആണെന്ന് പറയാം. പോളിമർ ആകുമ്പോൾ നമ്മൾ അതിനെ പോളിപെപ്റ്റൈഡ് എന്ന് പറയും. കാരണം അവിടെ പെപ്റ്റൈഡ് ബോണ്ടാണ് ഓരോ അമിനോ ആസിഡ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോളിപെപ്റ്റൈഡ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ആണെന്ത്? എൻസൈംസ്, ഹീമോഗ്ലോബിൻ, കൊളാജൻ, ഇൻസുലിൻ, ഇതൊക്കെ നമുക്ക് അറിയുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയാം? കാറ്റലൈസിസ്, അത് എന്തായിരിക്കും ചെയ്യുന്നത്? എൻസൈംസ് ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷനിൽ ഇപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് എക്സാമ്പിൾ ആണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇപ്പൊ ട്രാൻസ്പോർട്ടിൽ വരുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ആന്റിബോഡീസ്, പിന്നെ സിഗ്നലിംഗ് വരുമ്പോൾ ഹോർമോൺസ്. ഇതെല്ലാം എന്താണ്? പ്രോട്ടീൻസ് ആണ്.
അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, മെയിൻ ആയിട്ടും എനർജി സ്റ്റോറേജും അതുപോലെ മെംബ്രെയിനിലും ആണ്. ഓക്കെ, അപ്പോൾ ലിപ്പിഡ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഫോം അല്ലെങ്കിൽ മോണോമർ നമുക്ക് നമ്മൾ അവിടെ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫാറ്റി ആസിഡ്സ്, ട്രൈഗ്ലിസറൈഡ്സും. കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ട് വരുന്ന ലിപ്പിഡ് ആണ് എന്ത്, ഫോസ്ഫോലിപ്പിഡ്സ്, സ്ഫിഞ്ചോലിപ്പിഡ്സ് ഒക്കെ. ഇതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ട്രൈഗ്ലിസറൈഡ്സിൽ 3 ഗ്ലിസറൈഡ് ഗ്രൂപ്പ് ആണുള്ളത്. അങ്ങനെ പിന്നെന്താ, സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ കുറച്ചും കോംപ്ലെക്സ് ആണ്. അതിൽ വരുന്നതാണ് എന്ത്, കൊളസ്ട്രോൾ, ഹോർമോൺസ് ഒക്കെ. ഹോർമോൺസിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റെറോണും ഈസ്ട്രോജനും ഒക്കെ. പിന്നെ അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, എനർജി സ്റ്റോറേജും മെംബ്രെയിൻ ഫോർമേഷൻ, സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതായിരിക്കും, ഹോർമോൺസ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ന്യൂക്ലിക് ആസിഡ്സിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം. ഒരു മനുഷ്യനെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുത്തുന്നത്, ഒരു ആളിൽ നിന്ന് മറ്റൊരാളിന് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുത്തുന്ന ആളാണ്, ഒരു ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ള ആളാണ് ഒരു ന്യൂക്ലിക് ആസിഡ്സ്. അത് നമ്മുടെ ആണെങ്കിൽ DNA ആണ്. അപ്പോൾ എന്തായിരുന്നു, ജനറ്റിക് ഇൻഫർമേഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ റെപ്ലിക്കേഷൻ, ബാക്കി കാര്യങ്ങളൊക്കെ വഴി ഫ്രം സെൽ ടു സെൽ ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ DNA എന്ന് പറഞ്ഞാൽ എന്താ, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. RNA എന്ന് പറഞ്ഞാൽ റൈബോന്യൂക്ലിക് ആസിഡ്. പിന്നെ അതിന്റെ സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കൂടുതലായിട്ട് പറയുന്നതാണ്. അപ്പോൾ DNA എന്ന് പറയുന്നത് നമ്മുടെ ജീനാണ്. RNA എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആണ്. RNA ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, mRNA, tRNA, rRNA. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള RNAs. അതല്ലാതെ ഇഷ്ടംപോലെ RNAs അവൈലബിൾ ആണ്, ലൈക്ക് siRNA, miRNA, snRNA അങ്ങനെ. പിന്നെ ന്യൂക്ലിയോടൈഡിന്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമുക്ക് ഇങ്ങനെ പറയാം, ATCGU എന്നൊക്കെ നമ്മൾ പറയും. അതില് എയും ടിയും സിയും ജിയും ഒക്കെ DNA എയും സിയും ജിയും യുവും എന്ന് പറയുന്നത് RNA ആണ്. നമുക്കറിയാവുന്ന പോലെ അത് ഓരോ റെപ്ലിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും ട്രാൻസ്ലേഷനിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണും. അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹെറിഡിറ്റി, ജീൻ എക്സ്പ്രഷൻ, പ്രോട്ടീൻ സിന്തസിസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ജസ്റ്റ് നമ്മളൊരു ഓവർവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ബയോമോളിക്യൂൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായി. എന്തൊക്കെയായിരിക്കും ഇപ്പൊ മെയിൻ ആയിട്ടും, എനർജി മെറ്റബോളിസം, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഒക്കെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുവഴി, ATP വഴി അല്ലേ. അത് പല വഴികളുണ്ടായിരിക്കും. ചിലപ്പോൾ ഗ്ലൈക്കോളിസിസ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴിയായിരിക്കാം. പിന്നെ എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എന്താ, സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ വരും, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഒക്കെ വരും. അപ്പോൾ അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതാണ്, സെല്ലിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം, ജനറ്റിക് റെഗുലേഷനിൽ, അതായത് DNA, RNA ജനറ്റിക് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടൻസ് എവിടെയായിരിക്കും, റീപ്രൊഡക്ഷൻ ആൻഡ് അഡാപ്റ്റേഷനിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവിടെ എന്തായിരിക്കും വരുന്നത്, ഏതൊക്കെ ബയോമോളിക്യൂൾസ് ആയിരിക്കും വരുന്നത്, ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സിഗ്നലിംഗ് മോളിക്യൂൾസ്, അതെല്ലാം വരുന്നതായിരിക്കും. അപ്പൊ എന്താ, പ്രോട്ടീൻസ്, ഇതൊക്കെ പ്രോട്ടീൻസിൽ വരുന്ന, അല്ലാതെ ഉണ്ട് ഗ്ലൈക്കോ കോൺജുഗേറ്റ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇമ്മ്യൂൺ ഡിഫൻസ്, അവിടെ വരുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ്, സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ്, ബാക്കി ഇമ്മ്യൂൺ റെസ്പോൺസിനും ഡിസീസ് പ്രിവെൻഷനും ഹെൽപ്പ് ചെയ്യുന്ന ബാക്കി ആൾക്കാർ. അപ്പോൾ ഇതിൽ നിന്ന് ബയോമോളിക്യൂൾസിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ ബയോമോളിക്യൂൾസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി അടുത്തതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു.